ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ടോപ്പേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയാണ്. 9th സ്റ്റാൻഡേർഡ് 9ാം ക്ലാസ്സിലെ കേരള പാഠാവലി 2024 മാറിയ പുതിയ പാഠപുസ്തകം അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് കേരള പാഠാവലിയിലെ ആദ്യ യൂണിറ്റാണ് ഉള്ളിലുയിർക്കും മഴവില്ല്. അതിലെ ആദ്യ ചാപ്റ്റർ സുഹൃതഹാരങ്ങൾ എന്ന പാഠത്തിലെ മുഴുവനായിട്ടുള്ള അതിൽ ഫസ്റ്റ് വരുന്നത് ഒരു പോയിട്രി അല്ല, പക്ഷെ ചണ്ടാല ഭിക്ഷുകി എന്ന് പറയുന്ന കൃതിയിലെയാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അർത്ഥങ്ങൾ സഹിതം നമ്മൾ പറയുന്നതായിരിക്കും. അതിനുശേഷം അതിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ, പ്രവർത്തനങ്ങളുടെ ഉത്തരങ്ങൾ എല്ലാം ഉൾപ്പെടുന്ന ക്ലാസ്സാണിത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ സബ്ജക്ട്സിൻ്റെയും നോട്ട്സും അതുപോലെ തന്നെ ടെസ്റ്റ് പേപ്പേഴ്സിൻ്റെ ടെസ്റ്റ് പേപ്പർ റിലേറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ, അതേപോലെ ഓണം എക്സാം, ക്രിസ്മസ് എക്സാം റിലേറ്റഡ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, ഇതെല്ലാം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം സുഹൃതഹാരങ്ങൾ. ആദ്യം നമുക്ക് തന്നിരിക്കുന്നതൊന്ന് നോക്കാം. അഭിമുഖം. ആരോ എന്ന് എഴുതിയിരിക്കാവുന്നത്. ഏറ്റവും ഇഷ്ടം എന്നെ തന്നെ, അത് കഴിഞ്ഞാൽ അത് കഴിയുന്നില്ലല്ലോ. ഇതെന്താ? KG ശങ്കരപ്പിള്ളയുടെ കവിതകളിൽ നിന്നുള്ള വരികളാണ്. KG ശങ്കരപ്പിള്ള. ഇനി നമുക്ക് നോക്കാം സുഹൃതഹാരങ്ങളാണ്. അവരവരിൽ നിന്നുള്ള ഇറങ്ങി നടത്തം, അനുഭവങ്ങളിൽ നിന്ന് അറിവിൻ്റെ തെളിനീരുറവകൾ. സുഹൃതഹാരങ്ങൾ എന്തു പറയുന്നു എന്ന് നമുക്ക് നോക്കാം. ചണ്ടാല ഭിക്ഷുകിയിലെ കഥ നടക്കുന്നത് 2500 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇന്നോ ഇന്നലെയോ അല്ലാട്ടോ, 2500 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥയാണ് ചണ്ടാല ഭിക്ഷുകിയിലുള്ളത്. പുരാതന ഇന്ത്യയിലെ ശ്രാവസ്തിക്കടുത്തുള്ള പ്രദേശത്ത് അക്കാലത്ത് കൊടിയ വരൾച്ചയുണ്ടായി. പണ്ട് ആൻഷ്യൻ ഇന്ത്യയിൽ ശ്രാവസ്തി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതിനടുത്ത് വളരെ വരൾച്ചയുണ്ടായി, വെള്ളമൊന്നും കിട്ടാത്ത അവസ്ഥ അല്ലെ. സകല ജീവജാലങ്ങളും കുടിവെള്ളത്തിനായി ഉഴലുന്ന ഘട്ടത്തിൽ നടന്നു തളർന്ന് ദാഹാർത്തനായ ആനന്ദൻ എന്ന ബുദ്ധ സന്യാസിയാണ് ആനന്ദൻ. അപ്പോൾ വെള്ളം കിട്ടാതെ നടന്ന് തളർന്ന് ദാഹിച്ച അവശനായി വഴിയരികിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന മാതങ്കിയെ കണ്ടുമുട്ടുന്നു. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹം നടന്നു വരുമ്പോൾ ആരെ കാണുകയാണ്? വഴിയരികില് വെള്ളം കോരിക്കൊണ്ട് നിൽക്കുന്ന മാതങ്കി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കാണുന്നു. നോക്കാം നമുക്ക്. തൂമ തേടും തൻ പാളക്കിണറ്റിലിട്ടോമൽ കയ്യാൽ കയറു വലിച്ചുടൻ കോമളാങ്കി നീർ കോരി നിന്നീടിനാൾ. ശ്രീമാനഭിക്ഷു വങ്ങു ചെന്നർദിച്ചാൻ, ദാഹിക്കുന്നു ഭഗിനി കൃപാരസമോഹനം കുളിർ തണ്ണീരിതാശു നീ ഓമലേ. തരൂ തെല്ലെന്നതു കേട്ടോരോ മനോഹരി അമ്പരന്നോദിനാൾ. ഇവിടെ എന്താ പറയുന്നത്? നമ്മളുടെ ബുദ്ധഭിക്ഷുവായ ആനന്ദൻ അല്ലെ, ദാഹാർത്തനായ ആനന്ദൻ എന്ന ബുദ്ധഭിക്ഷു വഴിയരികിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന മാതങ്കിയെ കാണുന്നു അല്ലെ. എന്താ പറയുന്നത്? ദാഹിക്കുന്നു സോദരി, ദാഹിക്കുന്നു എനിക്ക് കുറച്ച് വെള്ളം വേഗം തരൂ എന്ന് പറയാണ്. ഇത് കേട്ട് സുന്ദരിയായ അവൾ എന്ത് ചെയ്യണു? അമ്പരന്നു. തെല്ലൊന്ന് അമ്പരന്നു എന്ന് പറയുന്നു ആ വരികളിൽ അല്ലെ, അമ്പരന്നു. അപ്പൊ ഇതില് കോമളാങ്കി എന്ന് പറയുന്നത് മാതങ്കിയെ തന്നെയാണ്. സുന്ദരിയായിട്ടുള്ളവരാണ്. ബുദ്ധഭിക്ഷു ആനന്ദനാണ്. അപ്പോ ഇവിടെ അമ്പരന്നു എന്ന് വരെയാണ് വരുന്നത്. ഈ ആനന്ദൻ ചോദിക്കുന്നത് കേട്ടിട്ട് എന്ത് ചെയ്യുന്നു? അവര് അമ്പരന്നു അല്ലെ. അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ, അല്ലലാൽ അങ്ങു ജാതി മറന്നിതോ. അപ്പൊ എന്താണ് മാതങ്കി തിരിച്ചു ചോദിക്കുന്നത്? അല്ലല്ല, ഇത് എന്ത് കഷ്ടമാണ്, ദാഹിച്ചു വലഞ്ഞ ദുഃഖം കാരണം അങ്ങ് ജാതി മറന്നുവോ? അന്ന് ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലഘട്ടമാണ്. നമ്മുടെ ആനന്ദൻ ബുദ്ധഭിക്ഷു ഉയർന്ന ജാതിയാണ്. അതുപോലെ മാതങ്കി എന്താണ്? താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീയായിട്ട് കണക്കാക്കുന്നു അല്ലെ. അപ്പോൾ അങ്ങനെയൊന്നും വെള്ളം വാങ്ങി കുടിക്കില്ല അന്നത്തെ കാലത്ത്.
സോ എന്താണ് ഇവിടെ പറയുന്നത്? എൻ്റെ ജാതി മറന്നിട്ടാണോ അങ്ങിത് ചോദിക്കുകയാണ്. നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി യാചമിക്കുമോ ചൊല്ലെഴും ആര്യന്മാർ. അപ്പൊ എന്താണ് പറയുന്നത്? നീചനാരി എന്ന് പറയുമ്പോൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീയാണ് കേട്ടോ. അവരുടെ കയ്യിൽ നിന്ന് ജലം വാങ്ങി ബ്രാഹ്മണർ ശരീരശുദ്ധി വരുത്തുമോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അവരുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുമോ എന്ന് ചോദിക്കുകയാണ്. കോപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാം ഇവളൊരു ചണ്ടാലി. അപ്പൊ എന്താ പറയുന്നത്? ഞാൻ ജലം തരാം, ജലം തന്നാലും കോപമരുത്, എന്നോട് ദേഷ്യപ്പെടരുത്, ചണ്ടാലിയാണ് ഞാൻ, ചണ്ടാലിയായ ഞാൻ പാപം ചെയ്തവളാകും എന്ന് പറയുകയാണ്. സോറി. ഗ്രാമത്തിൻ പുറത്തിങ്ങു വസിക്കുന്ന ചാമർ നായകൻ തൻ്റെ കിടാത്തി ഞാൻ. അപ്പൊ അവൾ ആരാണെന്ന് പറയാണ് അല്ലെ. ഗ്രാമത്തിന് പുറത്തായിട്ട്, അവരുടെ ഗ്രാമത്തിന് പുറത്താണ് അവര് എന്ത് ചെയ്യുന്നത്? താമസിക്കുന്നത്. ചാമർ എന്ന് പറയുന്ന ഒരു സമുദായമുണ്ട്. ആ ചാമർ സമുദായത്തിലെ നായകൻ, അതായത് നമ്മള് എന്താ പറയാ, ഒരു ഹെഡ് ഉണ്ടാവുമല്ലോ. അപ്പൊ ചാമർ സമുദായത്തിന്റെ നായകൻ, അവരുടെ മകളാണ് ഞാനെന്ന് പറയുന്നു. ഓതിനാൻ ഭിക്ഷുവേറ്റം വിലക്ഷനായി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി. അപ്പോൾ ഭിക്ഷുവിന് ഇത് കേട്ടിട്ടൊന്നും തോന്നിയില്ല, വിശേഷഭാവം ഒന്നുമില്ലാതെ നമ്മുടെ ബുദ്ധ ഭിക്ഷുവായ ആനന്ദൻ പറഞ്ഞു, സഹോദരി ഞാൻ ജാതി ചോദിക്കുന്നില്ല. എന്താണ് ചോദിക്കുന്നത്? ചോദിക്കുന്നു നീർ നാവ് വരണ്ടഹോ. എന്തുമാത്രാ ഞാൻ ചോദിക്കുന്നത്? നാവ് വരണ്ടിരിക്കുന്നു, ദാഹജലമാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് ഭിക്ഷു പറയുന്നു. ഭീതി വേണ്ട, തരികതെനിക്കു നീ, പേടിക്കണ്ട, നീ എനിക്ക് വെള്ളം തരിക എന്ന് പറയുന്നു. എന്നുടനെ കരപുടം നീട്ടിനാൻ ചെന്നളിന മനോഹരം സുന്ദരൻ. ഇതും പറഞ്ഞിട്ട് എന്ത് ചെയ്യണു? കൈ നീട്ടാണ് അല്ലെ. ചുവന്ന താമരപ്പൂ പോലെ സുന്ദരനാണ് നമ്മുടെ ആനന്ദൻ. സുന്ദരനായ ഭിക്ഷു ഉടനെ കൈക്കുമ്പിൾ നീട്ടി, വെള്ളം തരാൻ പറഞ്ഞ് കൈക്കുമ്പിൾ നീട്ടുകയാണ്. പിന്നെ തർക്കം പറഞ്ഞില്ലയോ മലാൾ, തന്വയാണവൾ കല്ലല്ലിരുമ്പല്ല. പിന്നെ തർക്കിക്കാൻ നിന്നില്ല നമ്മുടെ ഈ സുന്ദരിയായ ഭഗിനി. എന്താണ് അവര്, ആ പെൺകുട്ടി തർക്കിക്കാൻ നിന്നില്ല. അവളുടെ മനസ്സലിഞ്ഞു. സുന്ദരിയായ അവള് കല്ലോ ഇരുമ്പോ ഒന്നും അല്ലല്ലോ, ഒരു മനുഷ്യ സ്ത്രീ അല്ലേ. അപ്പൊ ഇത്രയും ഒരാൾ അപേക്ഷിക്കുന്നത് കേൾക്കുമ്പോൾ അലിഞ്ഞുപോയി. കറ്റക്കാർക്കൂന്തൽ മൂടി തലവഴി മുറ്റുമാസ്യം മറഞ്ഞു കിടക്കുന്ന ചാരുസാരി ഒതുക്കി ചെറുചിരി ചോരും ചോരുവ ചെറ്റുവിടർത്തവൾ. എന്താ പറയുന്നത്? കറുത്തിരുണ്ട തലമുടിയാണ്, നല്ല തലമുടി അല്ലെ. മുഖം അല്പം മറഞ്ഞു കിടക്കുന്ന മനോഹരമായ ഒരു സാരി ഉണ്ട്, അത് ഒതുക്കി ചെറുതായിട്ടൊന്ന് ചിരിച്ച് ചെറുചിരി ഒഴുകുന്ന ചുവന്ന നിറമുള്ള ചുണ്ട് അല്പം വിടർത്തി വളരെയധികം വിസ്മയം കൊണ്ട് ആ കണ്ണൊക്കെ നല്ല വികസിച്ചു, കരിമഷി എഴുതിയ കണ്ണുകളാണ് സുന്ദരിയായിട്ട്. അപ്പൊ അവളെ വർണ്ണിക്കുകയാണ് കേട്ടോ. അങ്ങനെ നിൽക്കുകയാണ് അവള്. പാരം വിസ്മയമാർന്നു വിസ്ഫാരിത താരയായി തെല്ലു നിന്നു മൈക്കണ്ണിയാൾ. മൈക്കണ്ണിയാൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അവള് വിസ്മയം കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവളുടെ കൺമഷി എഴുതിയ കണ്ണുകളെയാണ് അവിടെ പറയുന്നത്. ചോരച്ചെന്തളിരഞ്ചും അരുണാംശു പൂരത്താൽ മേനി മൂടി പുലർച്ചയിൽ. എന്താ പറയുന്നത്? ചുവന്ന തളിരിനെ തോൽപ്പിക്കും വിധമുള്ള സൂര്യകിരണങ്ങളാൽ മേനി മൂടി പുലർച്ചയിൽ വണ്ടിണ ചെന്നു മുട്ടി വിടർന്ന ചെന്തണ്ടലരല്ലി കാട്ടി നിൽക്കും പോലെ. എന്താ പറയുന്നത്? അപ്പോൾ ശരീരം, സാരിയൊക്കെ വെച്ച് ശരീരമെല്ലാം മൂടിയിട്ടുണ്ട്. വണ്ടുകൾ ചെന്ന് മുട്ടി വിടർന്ന, വണ്ടുകൾ പോയിട്ട് തട്ടുമ്പോൾ പൂ ഇങ്ങനെ വിടരില്ലേ, ചെന്താമര പൂ വിടർന്നു നിൽക്കും പോലെയാണ് അവൾ നിൽക്കുന്നത്. പിന്നെ കൈത്താർ വിറയ്ക്കയാൽ പാളയിൽ ചിന്നി നിന്നു തുളുമ്പി മനോജ്ഞമായി. എന്താണ് പിന്നെന്താണ്? വിറയ്ക്കാണ്. ഇപ്പോൾ പാളയിൽ വെള്ളം കൊടുക്കുക. പാള പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലയാണ് കേട്ടോ. ആ ഇല മടക്കിയിട്ടാണ് ആ പാള പോലെ ആക്കിയിട്ടാണ് വെള്ളം കൊടുക്കുന്നത്. ഉണങ്ങിയ ഇലയാണ് കേട്ടോ പാള. അപ്പൊ ആ പാളയിൽ കോരിയെടുത്ത് മനോഹരമായിട്ട് തുളുമ്പി ചിന്നി നിന്ന ജലം, ആ വെള്ളം കൊടുക്കാൻ നിൽക്കുകയാണ്
മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറും നീർ. എന്താണ് മദ്യം പൊട്ടി എന്ന് പറയുന്നത്? കണ്ണാടി പോലെ കാണപ്പെടുകയാണ് ആ വെള്ളം ട്ടോ. ആർത്തിയാൽ ഭിക്ഷു നീട്ടിയ കൈപ്പൂവിൽ വാർത്തു നിന്നിതേ മെല്ലെ കുനിഞ്ഞവൾ. അപ്പോൾ വെള്ളം കണ്ടിട്ട് നമ്മളുടെ ആർത്തിയോടെ ബുദ്ധഭിക്ഷു നീട്ടാണ് ആ കൈയാകുന്ന പൂവ് അല്ലേ. കൈ ഇങ്ങനെ നീട്ടാണ്, പൂവായിട്ടാണ് കൈയിനെ കമ്പയർ ചെയ്യണത്. അപ്പോൾ ആർത്തിയോടെ നമ്മുടെ ബുദ്ധഭിക്ഷു കൈ നീട്ടാണ്. അപ്പം മെല്ലെ കുനിഞ്ഞു നിന്നിട്ട് നമ്മളുടെ ഈ പെൺകുട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കയ്യിലോട്ട്. ഓക്കെ. പുണ്യശാലിനി നീ പകർന്നിടുമീ തണ്ണീർ തന്നുടെ ഓരോരോ തുള്ളിയും. അപ്പോൾ പുണ്യശാലിനി എന്ന് പറയുന്നത് പ്രവൃത്തി കൊണ്ട് പുണ്യം ചെയ്തവളാണ് അല്ലേ. ആ വെള്ളം കൊടുക്കുന്ന ഒരു പ്രവൃത്തി കൊണ്ട് പുണ്യം ചെയ്തവളാണ്. അവൾ പകർന്നിടുന്നു തണ്ണീരിൻ്റെ ഓരോരോ തുള്ളിയും. ഓരോരോ തുള്ളിയും എന്താണ്? തണ്ണീർ തന്നുടെ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിന്നന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം. അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിന്നന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം. എന്താണ് അർത്ഥം? ആ ഓരോ തുള്ളിയും അവസാനമില്ലാത്ത പുണ്യകർമ്മത്തിൻ്റെ പൂമാലകൾ. സുഹൃതഹാരങ്ങൾ പറഞ്ഞാൽ പൂമാലകൾ, പുണ്യകർമ്മത്തിൻ്റെ പൂമാലകൾ നിന്റെ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം എന്നാണ് പറയണത്. അപ്പം അത്രയും വലിയ ഒരു നല്ല പ്രവൃത്തിയാണ് ആ പെൺകുട്ടി അവിടെ ചെയ്തത് അല്ലേ. ദാഹിച്ച് വന്ന ഒരാൾക്ക് വെള്ളം നൽകുകയാണ് ആ പെൺകുട്ടി അവിടെ ചെയ്തത്. അപ്പം ഇതാണ് കവിത വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആസ്വാദനം എന്തെങ്കിലും വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇത് ശരിക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ആസ്വാദനത്തിന് ആവശ്യമില്ലാത്ത ഒരു പാഠമാണ്. അതുകൊണ്ടാണ് ആസ്വാദനം ഇതിൽ കൊടുത്തിട്ടില്ലാത്തത്. നിങ്ങൾക്ക് വേണമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആസ്വാദനത്തിൻ്റെ ക്ലാസ്സിൻ്റെ ലിങ്ക് നമ്മൾ തരും. അപ്പോൾ ചണ്ടാല ഭിക്ഷുകി കുമാരനാശാൻ്റെ ആണ്. നമുക്ക് നോക്കാം ഇനി ഇതിലെ പ്രവർത്തനങ്ങൾ. നിങ്ങൾ കാവ്യഭാഗത്തിന് ഉചിതമായ ഈണം കണ്ടെത്തി അവതരിപ്പിക്കുക. ഞാൻ ഇത് ഈണത്തിലൊന്നും അല്ല ഇവിടെ ചൊല്ലിയത്, അർത്ഥങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. അതിൻ്റെ നിങ്ങൾക്ക് ഈണത്തിൽ ചൊല്ലാൻ അറിയുന്നവർ ഈണത്തിൽ ക്ലാസ്സിൽ പറയുമ്പോൾ ചൊല്ലുക. ചോദ്യം: അല്ലലെന്തു കഥയിതു കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നിതോ. മാതങ്കി ഇങ്ങനെ ചോദിക്കാൻ ഇടയായത് എന്തുകൊണ്ടാവും? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. നോക്കൂ. നീചനാരിയായി സമൂഹം കരുതിയിരുന്ന ചാമർ ജാതിയിൽപ്പെട്ട തന്നോട് ദാഹജലം ചോദിച്ചതിനാലാണത്. ശുദ്ധരെന്ന് കരുതുന്നവരെ അധകൃതരാക്കപ്പെട്ടവർ തീണ്ടിയാൽ പാപമുണ്ടാകും എന്ന ഭീതിയും അവൾക്കുണ്ട്. ഇത് പണ്ട് ജാതി വ്യവസ്ഥ കൊടികുത്തി വാണിരുന്ന കാലത്ത് നടന്നതാണ് കേട്ടോ. താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ കണ്ടാൽ പാപമുണ്ടാവും, അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചാൽ പാപം എന്നൊക്കെ കരുതിയിരുന്ന ഒരു കാലഘട്ടം. ജാതി വ്യവസ്ഥ കൊടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഗ്രാമത്തിനു പുറത്തു വസിക്കുന്ന ചാമർ നായകന്റെ മകളാണ് താനെന്നും തന്നോട് ദേഷ്യം തോന്നരുതെന്നും ചണ്ടാല ഭിക്ഷുകി പറയുന്നു. അങ്ങു ദാഹം കൊണ്ട് ആചാരങ്ങൾ മറന്നുപോയോ എന്ന് ബുദ്ധ സന്യാസിയോട് ചോദിക്കുകയാണ് മാതങ്കി. അടുത്ത ചോദ്യം: കറ്റകാർ കൂന്തൽ മൂടി തലവഴി മുറ്റുമാസ്യം മറഞ്ഞു കിടക്കുന്ന ചാരുസാരി ഒതുക്കി ചെറുചിരി ചോരും ചോരിവ ചെറ്റുവിടർത്തവൾ. മാതങ്കിയെ വാക്കുകളിൽ വരച്ചിരിക്കുന്നത് നോക്കൂ. വേറെയും വാങ്മയ ചിത്രങ്ങൾ കാവ്യഭാഗത്തുണ്ടല്ലോ, അവ കണ്ടെത്തി ആവിഷ്കാര ഭംഗി വിവരിക്കുക. ഇത് മാതങ്കിയാണ് പറയുന്നത് അല്ലെ. അവളുടെ മുടിയഴക്, അതുപോലെ തന്നെ അവളുടെ ചിരി, ഇതൊക്കെയാണ് പറയുന്നത്. ഇതേപോലെ വാങ്മയ ചിത്രങ്ങൾ വേറെയുമുണ്ട്, അതൊന്ന് കണ്ടുപിടിക്കുക, എഴുതുക. നമുക്ക് നോക്കാം. ഇടതൂർന്ന കറുത്ത തലമുടി മൂടിക്കൊണ്ട് ശിരസിലൂടെ മുഖത്തെ മറച്ചുകൊണ്ട് കിടക്കുന്ന മനോഹരമായ സാരി ഒതുക്കി വെച്ചിട്ട് ചെറുചിരിയോടെ നിൽക്കുന്ന മാതങ്കിയെയാണ് വർണ്ണിക്കുന്നത്. മാതങ്കിയുടെ രൂപഭാവ ചലനങ്ങൾ അതിസൂക്ഷ്മമായി വാക്കുകൾ കൊണ്ട് വരച്ച ചിത്രമായി. അന്യപുരുഷന്മാരോട് മുഖം മറച്ചേ സംസാരിക്കാവൂ എന്ന പഴയ ആചാര രീതിയും സൂചിതമാകുന്നു. ആദ്യമായി പരിചയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ലജ്ജ കലർന്ന സൗഹൃദ ഭാവമാണ് ചെറുചിരിയിൽ തെളിയുന്നത്. വളരെ സൂക്ഷ്മമായ നിരീക്ഷണ പാടവത്തോടു കൂടിയാണ് ആശാൻ ഇവിടെ മാതങ്കിയുടെ അംഗലാവണ്യ ചലനങ്ങൾ അവതരിപ്പിക്കുന്നത്. ആശാൻ കവിതകളുടെ വാങ്മയ ഭംഗി കവിതയുടെ എല്ലാ വരികളിലും നിറഞ്ഞു നിൽക്കുന്നതായി കാണാം.
മാതങ്കിയുടെ ചലനങ്ങളും ബുദ്ധഭിക്ഷുവിൻ്റെ യാചനകളും കൺമുന്നിൽ ചിത്രമായി നിറയും പോലെയാണ് ആശാൻ ഓരോ വരികളും ആലേഖനം ചെയ്തിരിക്കുന്നത് എന്ന് കാണാം. കല്ലിൽ കൊത്തിയ കവിതയാണ് എന്ന് തോന്നിപ്പോകുമാറാണ് ആശാന്റെ വരികൾ. തൂമ തേടും നാണേ തൻ പാളത്തന്മയാണവൾ, ശുദ്ധ കണ്ണാടി കാന്തി ചിതറും നീർ അന്തമറ്റ സുഗന്ധഹാരങ്ങൾ. ഇതെല്ലാം വാങ്മയ ചാരുത നിറഞ്ഞ വരികളാണ്. അടുത്ത നോക്കൂ. പിന്നെ തർക്കം പറഞ്ഞില്ലയോമലാൾ, തന്മയാണവൾ കല്ലല്ലിരുമ്പല്ല. അതിലെന്താ പറയുന്നത്? അത് നോക്കൂ, അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് കല്ലല്ല ഇരുമ്പല്ല എന്നുള്ള, കല്ലുമല്ല ഇരുമ്പുമല്ല അല്ലേ. അടുത്ത പുണ്യശാലിനി, നീ പകർന്നിടും ഈ തണ്ണീർ തന്നെ ഓരോരോ തുള്ളിയും. ഇതിൽ പുണ്യശാലിനി എന്താണ് നോക്കണം. അന്തമറ്റ സുഹൃതഹാരങ്ങൾ. കാവ്യ സന്ദർഭത്തിന് മാറ്റുകൂട്ടുന്ന മറ്റു പ്രയോഗങ്ങൾ കൂടി കണ്ടെത്തി വിശകലന കുറിപ്പ് തയ്യാറാക്കണം. അപ്പോൾ ഇതിൽ എന്താണ് നമുക്ക് വിശകലനം ചെയ്യേണ്ടത്? ഈ അണ്ടർലൈൻ ചെയ്ത വരികൾ അല്ലെങ്കിൽ വാക്കുകളുടെ പ്രത്യേകതകളാണ് നമുക്ക് നോക്കാം. ആദ്യത്തെ കല്ലല്ലി ഇരുമ്പല്ല നോക്കാം കേട്ടോ. ബുദ്ധസന്യാസി ദാഹജലം ചോദിച്ചപ്പോൾ അങ്ങ് ദാഹം കൊണ്ട് ജാതി പോലും മറന്നു എന്നും താൻ ചാമർ നായകന്റെ മകളായ ഒരു നീചനാരിയാണെന്നും ഗ്രാമത്തിന്റെ പുറത്താണ് തൻ്റെ വാസമെന്നും അതിനാൽ ജലം നൽകാൻ കഴിയില്ലെന്നും തന്നോട് കോപമുണ്ടാകരുതേ എന്നും മാതങ്കി പറഞ്ഞു. താൻ ജാതിയല്ല ചോദിച്ചത് ദാഹജലമാണെന്നും ഭയമില്ലാതെ ജലം തന്നാലും എന്നുള്ള മറുപടി അവളെ വിസ്മയപ്പെടുത്തുന്നു. ആശാൻ ആ സന്ദർഭത്തിലെ മാതങ്കിയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച പദം തന്വി എന്നാണ്. അവൾ കല്ലുമല്ല ഇരുമ്പുമല്ല, അവൾക്കൊരു മനസ്സുണ്ട്, അന്യന്റെ വേദന തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മനസ്സ്. തന്വി എന്ന വാക്കിന്റെ സുന്ദരി എന്ന അർത്ഥത്തിന് പുറത്ത് മനുഷ്യത്വത്തിന്റെ പരിവർത്തനത്തിന്റെ പെൺരൂപമെന്ന അർത്ഥം കൂടി വായിച്ചെടുക്കാം. മറ്റെന്തിനേക്കാൾ മനുഷ്യത്വത്തിന് വില കൽപ്പിക്കുന്നത് കൊണ്ട് തന്നെ അവൾ ഇവിടെ മനസ്സുകൊണ്ടും സുന്ദരിയാകുന്നു. അടുത്തത് പുണ്യശാലിനി നോക്കാം. മാതങ്കിയുടെ കാരുണ്യപൂർണമായ പ്രവൃത്തിയാണ് പുണ്യശാലിനി എന്ന് വിശേഷിപ്പിക്കാൻ കാരണം. ജലം പുണ്യവുമായി ബന്ധപ്പെട്ടതാണ്. ജലാശയങ്ങളെ പുണ്യതീർത്ഥങ്ങൾ എന്ന് വിളിക്കാറുണ്ടല്ലോ. ഓരോരോ തുള്ളിയും ഓരോരോ മുത്തുകളായി തീർന്നുകൊണ്ട് അവളുടെ സത്പ്രവൃത്തിയുടെ ഹാരങ്ങളായി മാറി ആത്മാവിൽ വീഴുന്നുണ്ടാവും. ഇത് അവളുടെ മനസ്സിലുണ്ടാകുന്ന വലിയ പരിവർത്തനം ധ്വനിപ്പിക്കുന്നു. അതൊരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ തിരിച്ചറിവിന്റെ വഴിവെട്ടുകയാണ്. മറ്റെന്തിനേക്കാൾ കാരുണ്യത്തിനും മനുഷ്യ നന്മയ്ക്കും പ്രാധാന്യം കൽപ്പിക്കുന്ന മാതങ്കിക്കു ചേർന്ന വിശേഷണമാണിത്. അടുത്തത് മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ്. ആരാ പറഞ്ഞത്? ശ്രീനാരായണ ഗുരു. അടുത്തത് എൻ്റെ സാമൂഹിക ദർശനം 3 വാക്കുകളിൽ സംഗ്രഹിക്കാവുന്നതാണ്. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. ഡോക്ടർ BR അംബേദ്കറിന്റെ വാക്കുകളാണിത്. ശ്രീനാരായണ ഗുരുവും അംബേദ്കറും മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് കാവ്യഭാഗത്ത് എത്രത്തോളം പ്രകടമാകുന്നുണ്ട്? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിച്ച് ചണ്ഡാല ഭിക്ഷുകിയുടെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. നമുക്ക് നോക്കാം. നമ്മൾ 2 ആളെ കുറിച്ച് എഴുതണം. 2 പേര് പറഞ്ഞതും എന്താണെന്ന് നമ്മൾ എഴുതണം. സ്നേഹഗായകൻ എന്നാണ് ആശാനെ ലോക സാഹിത്യം അടയാളപ്പെടുത്തുന്നത്. മനുഷ്യർ തമ്മിലുള്ള മൂലബന്ധം സ്നേഹമാണ്. പരസ്പരം ഒരു ജീവൻ എന്നതിലപ്പുറം മനുഷ്യർ കണ്ടെത്തിയ ജാതിയോ മതമോ നിറമോ ഒന്നും ആശാന്റെ കാഴ്ചപ്പാടിലും കൃതികളിലും ഉണ്ടായിരുന്നില്ല. മനുഷ്യർക്ക് സ്നേഹത്തെക്കാൾ ഉപരിയായി ഈ ഭൂമിയിൽ മറ്റൊന്നും ആവശ്യമില്ല. എല്ലാം സ്നേഹത്തിൽ അലിഞ്ഞില്ലാതാകുന്നു എന്ന ആത്മീയമായ സ്നേഹ സത്യമാണ് ആശാൻ അവതരിപ്പിച്ചത്. ജാതീയത കൊടികുത്തി വാണിരുന്ന കാലഘട്ടത്തിലാണ് ആശാൻ തൻ്റെ കൃതികൾ എഴുതി തുടങ്ങിയത്. ശ്രീനാരായണ ഗുരുവിൻ്റെ സമകാലീനനായിരുന്നു ആശാൻ. ഗുരുവിൻ്റെ ആശയങ്ങളോടും രീതികളോടും അങ്ങേയറ്റം നീതി പുലർത്തിയിരുന്ന ആശയങ്ങളും തത്വങ്ങളുമാണ് ആശാൻ പുലർത്തിയിരുന്നത്. മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ് എന്നാണ് ഗുരു അവതരിപ്പിക്കുന്നത്. താണജാതി എന്നോ ഉയർന്നവനെന്നോ ഗുരുവിൻ്റെ കാഴ്ചപ്പാടിൽ ഇല്ലായിരുന്നു. അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ തന്നാലാകും വിധം സമൂഹത്തെ പുനരുദ്ധീകരിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. അടുത്തത് എൻ്റെ സാമൂഹിക ദർശനം 3 വാക്കുകളിൽ സംഗ്രഹിക്കാവുന്നതാണ് എന്ന് പറയുന്നു അല്ലേ. ഇതുകൂടി നോക്കാം. രാജ്യത്തിന്റെ അഖണ്ഡതയിൽ വിശ്വസിച്ച മഹനീയ വ്യക്തിത്വമാണ് അംബേദ്കർ. തൻ്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിലും
തൻ്റെ ജനങ്ങളുടെ സ്വതന്ത്രമായ ജീവിതത്തിലും പ്രാധാന്യം നൽകിയ വ്യക്തിയാണ് അംബേദ്കർ. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നതിലപ്പുറം മനുഷ്യന്റെ ജീവിതത്തെ അന്തസ്സുറ്റതാക്കാൻ ഈ സമൂഹത്തിൽ മറ്റൊന്നും ആവശ്യമില്ല എന്ന് അംബേദ്കർ പറയുന്നു. മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന ജാതി മത ചിന്തകൾക്കതീതമായി ആണ് ആശാനും തൻ്റെ കവിത അവതരിപ്പിക്കുന്നത്. ഇന്നും ലോകത്തിൽ നവോത്ഥാന മൂല്യങ്ങൾക്ക് വളരെ ഏറെ പ്രാധാന്യമുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായും കുട്ടികൾക്കിടയിൽ പോലും പലതരത്തിലുള്ള വേർതിരിവുകൾ കാണാൻ സാധിക്കും. എന്നാൽ നവോത്ഥാന മൂല്യങ്ങൾ വരും തലമുറയ്ക്ക് നൽകുന്ന സാമൂഹിക ഐക്യം എന്ന ആശയം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്കിതിൽ കൂടുതൽ എന്തെങ്കിലും ആസ്വാദനം പോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. മാക്സിമം എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. എല്ലാത്തിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന ക്ലാസ്സുകളും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.